ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red carpet. Stay tuned for your favorite celebrity. Hi, hello, namaskaram. This is me, RJ Anamika, and welcome to the show Red Carpet. ഇന്ന് റെഡ് കാർപ്പറ്റിൽ എനിക്കൊപ്പമുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു ഗസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനാണ് ഇദ്ദേഹം. സുപരിചിതൻ എന്ന് പറയുമ്പോൾ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടും കേട്ടോ. അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിലെ ഗസ്റ്റ് സീറ്റിൽ എനിക്കൊപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ പേര് പറയാതെ ഞാൻ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ ഗസ്റ്റിനെ. ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചത്. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ ഇനിയൊരു സത്യം പറയാട്ടോ. നിങ്ങളോടൊപ്പം സംസാരിച്ചത് ശരിക്കും ആസിഫ് അലി അല്ല. ആസിഫ് അലിയും ബാലയും ശ്രീനാഥ് ഭാസിയും ഒക്കെ ശബ്ദം കൊണ്ട് ആവാഹിച്ച് നിരവധി TV ഷോകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ് മുഹമ്മദ് റിഷാദ് ആണ് എനിക്കൊപ്പമുള്ളത്. മുഹമ്മദ് റിഷാദ്, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഓക്കെ റിഷാദ്, മതി നമുക്കിനി ഒറിജിനൽ ശബ്ദത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണോന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് എന്തായാലും മിമിക്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലേ? ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഫീൽഡ് എന്ന് മനസ്സിലായത് എപ്പോഴായിരുന്നു? അത് മനസ്സിലായത് ഞാൻ പണ്ടേ മിമിക്രി ഒന്നും ചെയ്യത്തൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന സാറന്മാരെയൊക്കെ കളിയാക്കുക അങ്ങനത്തെ ഐറ്റമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഓഡീഷന് പോയി, ഒരു സിനിമയുടെ. അപ്പൊ ആ ഓഡീഷന് പോയപ്പോ എല്ലാവരും ഞാൻ നോക്കിയപ്പോ കാണുന്നത് എല്ലാരും മിമിക്രി ചെയ്യാ. അപ്പൊ ഞാൻ വിചാരിച്ചു മിമിക്രീനെ ബന്ധപ്പെട്ട സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ നേരത്തെ ഈ സാറന്മാരൊക്കെ കളിയാക്കും. പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. പണ്ടോട്ടേ ചെയ്യുമായിരുന്നു. ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഇത് കൊള്ളാം, നീ ഇനി 2 സൗണ്ട് കൂടെ പഠിക്കാം. അങ്ങനെ ഞാൻ എന്തൊക്കെയോ യൂട്യൂബിനകത്ത് നോക്കി കേട്ട് പഠിച്ച് മനസ്സിലായി മിമിക്രി പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ പഠിച്ചേ. ആദ്യമൊക്കെ ചെയ്തപ്പോ ഏറ്റവും സിമിലാരിറ്റി തോന്നിയ ഒരു സൗണ്ട് ഏതായിരുന്നു? അത് ഫസ്റ്റ് തൊട്ട് ഞാൻ ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എല്ലാത്തിലും പിന്നെ ഒരു ചെറിയ റിഷാദ് കിടക്കും. മിമിക്രി എന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപാട് പ്രിപ്പറേഷൻസ് വേണം, അവരുടെ മാനറിസം വേണം. അപ്പോ എത്രത്തോളം പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട് ഈ ഒരു മിമിക്രി ചെയ്യാനായിട്ട്? ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മള് അയാളുടെ ഫുള്ള് വീഡിയോസ് ഇരുന്ന് കാണും. അതായത് പുള്ളി എങ്ങനെയാണ് സംസാരിക്കുമ്പോ ഓരോരുത്തരുടെ ചുണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങനൊക്കെ നോക്കി ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് മൊത്തം ഇരുന്ന് കണ്ടിട്ട് അവര് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ നോക്കും. അപ്പോ ആദ്യമൊന്നും പറ്റൂല. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇത് നടപടി ആവൂല എന്ന് വിചാരിക്കും. പിന്നെ കുറെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ എവിടെയെങ്കിലൊക്കെ ചിലപ്പോ നമ്മൾ അത് ഉപേക്ഷിച്ച് പോയിട്ട് വേറൊരാളുടെ സൗണ്ട് പഠിക്കുമ്പോൾ അയാളുടെ സൗണ്ട് മറ്റേ സൗണ്ട് ഉണ്ടെന്ന് ആരെങ്കിലും പറയും. അപ്പോൾ വിചാരിക്കും അപ്പൊ ഓക്കെ സെറ്റ്. അങ്ങനെയൊക്കെ കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് ചെയ്തു തുടങ്ങിയതല്ലേ? അതെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു വോയിസ് ഏതായിരുന്നു? അത് ആക്ടർ ബാലയുടെ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാമോ? ഉറപ്പായിട്ട് ചെയ്യാം. ഇത് ആക്ടർ ബാല. കുട്ടി എന്തെങ്കിലും ചോദിക്കുന്ന പൊട്ടനാ വളരെ ലാജിക്കലായിട്ട് ഞാൻ പറയും. ഞാൻ എന്റെ കല്യാണത്തിന് അനാമിക വന്നില്ല. എനിക്ക് വരാൻ പറ്റിയില്ല സർ, അതുകൊണ്ടാണ്. എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല സർ? ഇവിടെ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. 2 കല്യാണത്തിന് ഞാൻ എന്നെ വിളിച്ചു, അതിലും നീ വന്നില്ല. വളരെ മനസ്സങ്കരത്തിരിക്കും. സോറി സാർ, ഇനി കൊച്ചുണ്ടാവുമ്പോ ഞാൻ വരാം സാർ, അപ്പൊ വിളിച്ചാൽ മതി. അടുത്ത കല്യാണത്തിനാ? അടുത്തല്ല, ഇനി കൊച്ചുണ്ടാവുമ്പോ ഞാൻ വരാം സാർ. 28 വരാം. ഉടനെ കൊച്ചു വരുന്നുണ്ട്. വളരെ ലാജിക്കലായിട്ട്. അനാമിക കല്യാണം കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. റിലേഷൻഷിപ്പ് ഉണ്ടോ? റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. നല്ല കാര്യം. വളരെ ലാജിക്കലായിട്ട് ഒരു കാര്യം. നമ്മൾ എല്ലാവരും സ്നേഹിക്കുക. എല്ലാവരും. ഒരിക്കലും നമ്മൾ ഒരാളെ മാത്രം സ്നേഹിക്കാൻ പാടില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് സ്നേഹം കിട്ടുന്നത്, നമുക്ക് അറിയില്ല. അപ്പൊ കുറെ പേരെ സ്നേഹിക്കണം എന്നാണോ സാർ പറഞ്ഞു വരുന്നത്? അനാമിക എന്റെ ഒരു ആഗ്രഹം ഞാൻ വളരെ ലാജിക്കലായിട്ട് പറയാ, 5 കല്യാണം കഴിയും. എന്റെ റെക്കോർഡ് തകർക്കണം. അയ്യോ സാർ, അതൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല സാർ. ഒരു കല്യാണമൊക്കെ വേണമെങ്കിൽ നോക്കാം. പറ്റുന്ന കല്യാണം കഴിക്കും. എന്നെ വിളി. ഓക്കെ സാർ, ഇനി കല്യാണം ആവട്ടെ. ഒരു 8 വർഷം കഴിഞ്ഞ് വിളിക്കാം സാർ. അപ്പൊ ഞാൻ 4 കല്യാണം എത്ര കഴിക്കും? ബാലചേട്ടാ ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ. അയ്യോ, എന്തായാലും സൂപ്പർ ആയിട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര രസം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഞാൻ ആദ്യം റിഷാദിന്റെ ആ ഒരു വീഡിയോ ആണ് എനിക്ക് കിട്ടുന്നത്. ഏത് വീഡിയോയാ കിട്ടിയേ? കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിക്കകത്ത് ബാലയുള്ള സമയത്ത് ഉള്ളൊരു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ്, ആ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു. ഈ ഒരു സ്കൂൾ കോളേജിലൊക്കെ സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ വരുമല്ലോ, അപ്പൊ അതിനൊക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? അതില് എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്കൂളില് ഞാൻ ഈ പറയുന്ന പോലെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമ്പോ എനിക്ക് അങ്ങനെ സ്കൂളിൽ നിന്ന് ഞാൻ ജയിച്ച് സബ് ജില്ലയിൽ പോകും. അവിടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ, അതായത് അദ്വൈതൻ അവന്റെ പേര്. നമ്മൾ ഒരുമിച്ചാ കോമഡി ഉത്സവത്തിൽ വന്ന സമയത്തോട്ട് ഒരുമിച്ചാ.
ഓക്കെ. ഇവന്റെ വീടും കൊല്ലത്തായതുകൊണ്ട് ഇവന് എല്ലാ തവണയും വരും. അങ്ങനെ ഇവരെന്നെ പൊട്ടിക്കും. അങ്ങനെ ഒരു 3 വർഷം ഞാൻ പൊട്ടി. അങ്ങനെ സ്കൂൾ ലൈഫില് എന്റെ യൂത്ത് ഫെസ്റ്റിവല് ഞാൻ നിർത്തി അവൻ നല്ല ആർട്ടിസ്റ്റ് ആട്ടോ, സൂപ്പറാ, നല്ല ആർട്ടിസ്റ്റാ. ബീറ്റ് ബോക്സിംഗ് ഒക്കെ ചെയ്യും, നാച്ചുറലൈസ് ചെയ്യും. അപ്പം എന്റെ സബ് ജില്ല വരെയായിരുന്നു എന്റെ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാലം. കോളേജിൽ പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ പ്രോഗ്രാം ചെയ്യും, പക്ഷെ ഞാൻ അല്ലാതെ ഇതാക്കാറില്ല. എന്താ പറയാ, പ്രോഗ്രാം ചെയ്യും, എന്നാലും യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോ ഞാൻ പോവില്ല. അപ്പോ ശരിക്കും പറഞ്ഞ ഈ ഒരു മിമിക്രി തന്നെയാണോ പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അതോ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? പിന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാള സിനിമയിലെ ഒരു മുൻനിര നായകന്മാരിൽ ഒരാളാവണമെന്ന്. വളരെ ചെറിയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലേ? ആ ഒരു ആഗ്രഹം, ചെറിയ ആഗ്രഹം, കുഞ്ഞാഗ്രഹം, വളരെ കുഞ്ഞാഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ മിമിക്രി വരെ പഠിച്ചേ. എന്നേലും ആകാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്തായാലും. ഓ, ഉറപ്പായിട്ടും. അന്ന് ഞാൻ ഇന്റർവ്യൂ വരാം. തീർച്ചയായിട്ടും, അന്ന് എന്തായാലും ഞങ്ങൾ വിളിക്കും. അപ്പൊ ഈ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോ കോമഡി ഉണ്ടാവും, സീരീസ് ഉണ്ടായിരിക്കും, വില്ലന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏത് ക്യാരക്ടർ ചെയ്യാനായിട്ടായിരിക്കും ഇഷ്ടം? എനിക്ക് ഹീറോ, എല്ലാ ക്യാരക്ടറും ചെയ്യണം. എല്ലാ ക്യാരക്ടറും ചെയ്യണം, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. അതെ. ഓക്കെ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടർ ആരാ? എനിക്ക് മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടിയുടെ സൗണ്ട് എടുക്കാനായിട്ട് പറ്റുമോ? ഞാൻ കുറെ ആളായിട്ട് പഠിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പഠിക്കും. ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചുനാൾ മുതലേ ഭയങ്കര ഇഷ്ടം. മമ്മൂക്കയുടെ ഫാനാണ് ചെറുപ്പം മുതലേ, ബിഗ് ഫാൻ. ഈ ഒരു കോമഡി മാസ്റ്റേഴ്സിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതായത് ഞാൻ 2016 ഞാൻ അമൃത ടിവിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ഒരു പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറെ ഓഡിഷനൊക്കെ പോയി, റിജക്ട് ആവുന്നു, പിന്നെ പോകുന്നു, റിജക്ട് ആവുന്നു. അതിനുശേഷം ഞാൻ കോമഡി ഉത്സവത്തിൽ വന്നു 2019. പിന്നെ അവിടെ തൊട്ട് 2023 വരെ ഞാൻ അടുപ്പിച്ച് ഫ്ലവേഴ്സിൽ തന്നെ ആയിരുന്നു. കോമഡി ഉത്സവം ഇതായിട്ട് വേറെ ആ പ്രോഗ്രാമിലേക്ക് കണ്ടിന്യൂ ആയിട്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരുന്ന സമയത്ത് അമൃത ടിവിയിലേക്ക് ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു. അപ്പൊ അന്ന് മണിക്കുട്ടൻ ചേട്ടനൊക്കെ ആയിരുന്നു ഗസ്റ്റ് അവിടെ. അങ്ങനെ ആ പ്രോഗ്രാമിന് പോയി. അതിനുശേഷമാണ് എന്റെ അടുത്ത് പറയുന്നത്, ഇതേപോലെ അവർ വിളിച്ചിട്ട് പറഞ്ഞു ബാലചേട്ടൻ വരുന്നുണ്ട്, അപ്പൊ വന്നിട്ട് പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണേന്ന് പറഞ്ഞു. അത് സ്ക്രിപ്റ്റഡ് അല്ലായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ ഈ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു നാളെ ബാലചേട്ടൻ വരുമോ. അപ്പൊ ഞാൻ അന്ന് രാവിലെ തൊട്ടിരുന്നുള്ള പ്രാക്ടീസാണ്. അറിഞ്ഞൂടായിരുന്നു എന്താ പറയാ. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. സ്വന്തമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ വൈറലായി നല്ലപോലെ. ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ മറ്റേ ആസിഫ് അലി മറ്റേ ബ്ലോക്കിൽ കിടക്കണ സമയത്ത് അതും ഭയങ്കരമായിട്ട് വൈറലായിട്ടാണ്. ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിയ ഒന്നായിരുന്നല്ലോ. അതെ. അപ്പൊ പിന്നെയും അതിനുശേഷം ആസിഫ് അലിയെ കണ്ടിട്ട് എന്തായിരുന്നു ഒരു അപ്രിസിയേഷൻ കിട്ടിയത്? അതായത് ഞാൻ പുള്ളിനെ പണ്ട് കണ്ടിട്ടുണ്ട്. പണ്ട് 2018 കണ്ടപ്പോ പുള്ളി ഭയങ്കര പാവം, വെറും പാവം. അതിനുശേഷം ഞാൻ 2024 കണ്ടപ്പോഴും അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. എന്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ എന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഫസ്റ്റ് പുള്ളിനെ 2ാമത്തെ വട്ടം കണ്ടപ്പോ ഞാൻ പോയിട്ട് പുള്ളിയുടെ സൗണ്ട് പഠിച്ചിട്ടാണ് ഞാൻ പോണേ. ഞാനിങ്ങനെ ഇവിടെ പനമ്പള്ളി നഗരം നിൽക്കുമ്പോ ഈ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഞാൻ നേരെ നടന്നങ്ങ് പോയിട്ട് ഞാൻ പറഞ്ഞു, ഇത് ആസിഫ് അലിയാണ്, എന്റെ പടങ്ങളൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ് എന്റെ ആസിഫ് അലിന്നാണ് ആളുകൾ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് ചോദിച്ച് എന്താ പേര്, വീടെല്ലാം ചോദിച്ച് മിമിക്രി ചെയ്യിപ്പിച്ചിട്ട് പുള്ളിയുടെ മറ്റേ രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിട്ട് എന്നെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചിട്ട് പുള്ളിക്കാരെ പോയത്. അതിനുശേഷമാണ് ഞാൻ പുള്ളിനെ ബ്ലോക്ക് വെച്ച് കിട്ടിയത്. അപ്പൊ ചോദിച്ചു, എടാ നിന്റെ മറ്റേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു വീഡിയോ എടുക്കാം, പറഞ്ഞിട്ട് എന്റെ ഒരു ഫോം എടുത്ത് തുടക്കം നെക്കിയപ്പനെ ബ്ലോക്കേക്ക് മാറി. പറഞ്ഞു ആ ബ്ലോക്ക് മാറി നോക്കോ എന്ന് പറഞ്ഞിട്ട്. ഈ സൗണ്ട് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്തെ നമ്മൾ പല ആൾക്കാരുടെ വോയിസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരാളുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളുടെ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് എങ്ങനെയൊക്കെയോ പോവാ, എന്താ പറയാ. അതിങ്ങനെ ഈ സ്പോട്ട് ഡബ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. സ്പോട്ട് ഡബ് ചെയ്യും, അതായത് നമ്മൾ പുറത്ത് നിന്നിട്ട് ഡബ് ചെയ്യൂലേ, ആ സമയത്താണ് ഏറ്റവും പ്രശ്നം വരിക. അതായത് ഒരു വീഡിയോ കഴിഞ്ഞുടനെ അടുത്ത വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാറണം. പക്ഷെ അത് നോർമലായിട്ട് മാറി വരും. ഓക്കെ, അത് കുറെ തവണ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോ ഓക്കെ ആവും അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇനി ആരുടെ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ബൈജു ചേട്ടന്റെ ചേട്ടൻ. ചെയ്തോളൂ. ലൂസിഫർ സിനിമയിലെ ഡയലോഗ് പറയാവേ. ഓക്കെ. വർമ്മ സാറേ, അങ്ങനെ കളഞ്ഞിട്ടുന്ന ഞാനപ്പോഴൊന്നും ഈ മുരുകന് വേണ്ട. എത്ര നാളും അപ്പുറത്തിരുന്ന് ഒറ്റയപ്പോ നിനക്ക് തോന്നില്ലടേ ഇപ്പുറത്തൂർത്തം കാണുമെന്ന്. ഒരു മര്യാദ വേണം. നീ തീർന്നു. നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ശ്രീനാഥ് ബാസിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറില്ല, അതും കൂടി ഒന്ന് ചെയ്യാമോ? കുട്ടി ശ്രീനാഥ് ബാസിനെ വിളിച്ച് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കണം. ഓക്കെ. ശ്രീനാഥ് ബാസി പറയ്.
ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ബാസി. ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ടായിരുന്നു. ഓക്കെ ആയിരുന്നു സർ? എത്ര മണിക്കാണ് ഇന്റർവ്യൂ? ഇപ്പോഴാണ്? ഇപ്പോഴല്ല, ഒരു മണിക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഓക്കെ ആണോ? എന്റെ കുട്ടി, ഞാൻ 3 മണിയാകുമ്പോ വേണേ പറയാം. എനിക്ക് വേറൊരു ഷൂട്ട് ഉണ്ട്, ഞാൻ തിരക്കായിട്ടിരിക്കണം അവിടെ. അയ്യോ സർ, 1 മണിക്ക് ഒന്ന് ഫ്രീ ആകാമോ? ദൈവം ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ വരും. പിന്നെ ബ്ലോക്ക് വല്ലതും വന്ന് ഞാൻ ലേറ്റ് ആയി പോയാൽ പിന്നെ എന്നെ വെറുതെ ഞാൻ ലേറ്റ് ആയി അങ്ങനെ ഒന്നും പറയരുത്. എല്ലാവരും അങ്ങനെയാണ് പറയണത്. അയ്യോ അങ്ങനെയൊന്നും പറയത്തില്ല, നമുക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവൂല്ലോ. ഞാൻ ലേറ്റ് ആയി, ഞാൻ മനഃപൂർവ്വം ലേറ്റ് ആയിട്ട് വരാതിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മനഃപൂർവ്വം എന്റെ എല്ലാ ബഡ്ഡികളും കൂടി എന്നെ അങ്ങ് ടാർഗറ്റ് ചെയ്യേ. മോളുടെ പേരെന്ന് പറയാം, സേവ് ചെയ്യാം. എന്റെ പേര് അനാമിക. താങ്ക് യു. അപ്പൊ 2 മണി കഴിയുമ്പോ വിളിക്കിട്ടാ. ശരി. ഇതെങ്ങനെയാണ് ഇതിങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യുക, അതൊരു എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലല്ലോ അല്ലേ? അതെ, എന്ത് ചെയ്യാനാ, എന്തോരം കഴിവുകളായി രംഗൻ ചേട്ടനല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഒരു ഡയലോഗ് കേൾപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. അതായത് തുടരും സിനിമയിലെ ജോർജ് സാറ് പറഞ്ഞൊരു ഡയലോഗ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഡയലോഗ് ഇപ്പോ റിഷാദിന് ഇഷ്ടമുള്ള ഒരു ആക്ടറിനെ വെച്ചിട്ട് അയാള് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഞാൻ ആ ഡയലോഗ് കേൾപ്പിക്കട്ടെ? 36 വർഷമായിടാ മനസ്സേ ഞാൻ പോലീസില്. ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരുടെ ശബ്ദത്തിലാണ് ജോർജ് സാറിന് ഡയലോഗ് പറയാനായിട്ട് പോകുന്നത്? ഞാൻ കുട്ടിക്ക് ഒരു 3 പേരെത്തര, അതിനകത്ത് ആര് വേണോന്ന് പറയാം. 2 പേര്. ആക്ടർ ബാല വേണോ ശ്രീനാഥ് ബാസി വേണോ? ബാല. ഓക്കെ. അറിവ് കെട്ട മുണ്ടമേ 36 വർഷം 36 ഇയേഴ്സായി ഞാൻ സിനിമയിൽ. ഇതിലെ പുറത്ത് അറിഞ്ഞിട്ട് അറിയാതെ ഒരുപാട് ചെറ്റത്തരം ഞാൻ കാണിച്ചു. ഒരുപാട്. ഇനി വല്ല പറയണോ? ഓടിവാ കണ്ണാ, ചാടിവാ. ബാല ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്ന ഈശ്വര, വഴിയെ പോകുന്ന വൈകാവേലിയല്ല എന്റെ തലയിലാണല്ലോ. ഇതൊക്കെ ബാലചേട്ടൻ പാവം, പുള്ളിക്ക് ഇതൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ അവരുടെ ശബ്ദം തന്നെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ ഇഷ്ടപ്പെടാറില്ല. കാരണം പക്ഷെ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ റിഷാദിന്? സെലിബ്രിറ്റീസിലൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അവരാകെ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാൻ നിൽക്കത്തില്ല, അവരുടെ ഇത് കളയണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു ഡയലോഗ് കൂടെ പറയട്ടെ? ഓ, ധൈര്യമായിട്ട് പറയാം. ഓക്കെ, അത് നമ്മുടെ മറ്റേ ഈ സിനിമയ്ക്കകത്തെയാണ്, രാജമാണിക്യം സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ ഡയലോഗാണ്. ഏതായിരിക്കും? ഞാൻ അറിയണം, അത്രല്ലേ ഉള്ളു. അതല്ലേ? അതല്ല, മറ്റേ ഈ ഡയലോഗാണ്. വർക്കിച്ച അയ്യവൻ പുലിയാണ് കേട്ടാ. ആ ഡയലോഗ്. ഓക്കെ, പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ആ ഒരു ഡയലോഗ് ഇഷ്ടമുള്ള ആരുടെയും വോയിസിൽ ചെയ്താൽ മതി. നേരത്തെ നമ്മള് ബാലചേട്ടൻ ചെയ്തില്ലേ, അപ്പൊ ഇത് അല്ലെങ്കിൽ ലാലിനെ ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത് ചെയ്യാമോ? ഓക്കെ. സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഭാവിയിൽ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച ഒരു വോയിസ് ആരുടെ ആയിരിക്കും? മമ്മൂട്ടിയുടെ സൗണ്ട് പഠിക്കാൻ വേണ്ടിട്ട് കുറെ ആളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് പഠിക്കാൻ. പിന്നെ വേറെ ആരാ? ഈ ആസിഫിയുടെ സൗണ്ട് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പറ്റൂലെന്ന് വിചാരിച്ചു, പക്ഷെ എങ്ങനെയൊക്കെ പഠിച്ചു. അപ്പൊ ഈ പല ആൾക്കാരുടെയും നമ്മൾ വോയിസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്തെ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, നമ്മുടെ ഒറിജിനൽ വോയിസ് ഏതാ. നമ്മളിപ്പോ നോർമൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇടയ്ക്ക് ആസിഫ് അലിയുടെ സൗണ്ട് കയറി വരുന്നുണ്ട് റിഷാദ് സംസാരിക്കുന്ന സമയത്ത്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് ആസിഫ് അലി. അതാ സംഭവം എന്താ പറയാമോ? ഇതെനിക്ക് ഞാൻ പണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ വോയിസ് ചെയ്യുമ്പോൾ എനിക്ക് ഉമ്മൻചാണ്ടി കയറി വരുമായിരുന്നു. പിന്നെ ഞാന് ബൈജുവിനെ ചെയ്യുമ്പോൾ ബാലചേട്ടനെ ചെയ്യുമ്പോൾ ബാലചേട്ടൻ, ആസിഫ് അലി, എല്ലായി. ഓരോ ആൾക്കാരെ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു മാനറിസംസും ഒക്കെ കിട്ടും അല്ലേ? മാനറിസം അല്ല, പക്ഷെ സംസാരിക്കുമ്പോ ഇടയ്ക്ക് അവരുടെ സൗണ്ട് അറിയാതെ വരും, മാറ്റാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ടും കൂടി ഒന്ന് ചെയ്യാമോ? ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ട് ഓക്കെ. ഞാൻ പുള്ളി അവസാനം, അതായത് പ്രായമായിരുന്ന സമയത്ത് ഉള്ള വോയിസ് ചെയ്യാം. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കാൻ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിന് വേണ്ട എല്ലാ സംവിധാനവും. അതിന് മുതിരാതെ ഒരു പ്രധാനമന്ത്രി വന്ന് ആരോപണം ഉന്നയിക്കുന്നു. ഈ പ്രശ്നം പറഞ്ഞപ്പോൾ സോണിയാഗാന്ധിയും പറഞ്ഞത് ഇത് തന്നെയാണ്. സൂപ്പർ ആയിട്ട് ചെയ്തു കേട്ടോ. സാറിന് മുമ്പിൽ എപ്പോഴേലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു 3 തവണ പറഞ്ഞു. 3 തവണ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഒരു വട്ടം പുതുപ്പള്ളിയിലെ വീട്ടില്, 2 വട്ടം എനിക്ക് ട്രോഫി ഒക്കെ തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പരിചയപ്പെട്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു സാറിനെ പരിചയപ്പെട്ടപ്പോ? ഞാൻ നാട് വിട്ടു പോണ ഒരു ശീലം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട്. അതെന്താണ് അങ്ങനെ? കൊച്ചിനാളെ ഒന്നാമത് വീട്ടിലെ ആരെങ്കിലും വരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട് വിട്ടു. എന്നിട്ട് എന്നെ പോലീസ് പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കും കൊച്ചിനാളില്. അപ്പൊ ആ ശീലം ഉണ്ട്. അങ്ങനെ ഒരു ദിവസം 9ാം ക്ലാസ്സിലായപ്പോ, 9ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്ന പോലെ ഉമ്മൻചാണ്ടി സാറിന് ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. മിമിക്രി ചെയ്ത് നിൽക്കുന്നത് പഠിച്ച സമയമാണല്ലോ. ഞാൻ നാട് വിട്ട് പോയി. നാട് വിട്ട് പുതുപ്പള്ളി ചെന്നു. ഞായറാഴ്ചയായിരുന്നു.
അപ്പൊ അങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ പുള്ളിനെ കണ്ട്. അപ്പൊ പുള്ളിയോട് ഉണ്ടായി സംസാരിച്ച് ഇതേപോലെ ഞാൻ മിമിക്രി ചെയ്യും അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞപ്പോ എന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ വീഡിയോ ഒക്കെ എവിടെയൊക്കെ കിടപ്പുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി പാവം മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുകയാണല്ലേ. അതെ. ഇനിയിപ്പോ എന്താണ് റിഷാദിന്റെ ഭാവി പരിപാടികളൊക്കെ എന്താണ്? മിമിക്രി തന്നെ ഫോക്കസ് ചെയ്യാനായിട്ടാണോ അതോ സിനിമ ആക്ടിംഗിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ടാണോ? എന്താണ്? ഞാനിപ്പോ ഇവിടെ എറണാകുളത്ത് ഒരു ഓൺലൈൻ മീഡിയയിലാണ് വർക്ക് ചെയ്ത്. അപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പം അബാക് മീഡിയ എന്നാ പേര്. ഇനിയിപ്പോ ഇവിടെ നിൽക്കണം. ഇവിടെ നിന്നിട്ട് എറണാകുളത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പള്ളി പിടിച്ച് സിനിമയിൽ കയറി രക്ഷപ്പെടുക. ഞാൻ ആങ്കറാണ് കേട്ടോ. ഞാൻ പോപ്പിൻസ് മീഡിയയിൽ ആങ്കർ. പോപ്പിൻസ് മീഡിയയിലെ ആങ്കർ ആണ്. അപ്പൊ എല്ലാ വശമുണ്ട് കയ്യില്. ഇനി പാട്ട് പാടാനായിട്ടുള്ള ഒരു കഴിവുണ്ടോ? പാട്ടോ ഞാൻ നോക്കി. കുട്ടി വിളിക്കുന്നതിന് മുമ്പേ അനാമികയുടെ പേരുള്ള വല്ല പാട്ടുണ്ടോ നോക്കിയത്. അതെനിക്കിട്ടൊന്ന് ആക്കിയതല്ലേ? അയ്യോ, എന്റെ പേരിൽ അങ്ങനെ പാട്ടൊന്നും ഇല്ല കേട്ടോ. ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരുപാട് ആൾക്കാര് ഈ ഒരു മിമിക്രിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പൊതുവെ നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത് ഇതൊരു പ്രൊഫഷൻ അല്ല, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ഒരു ശബ്ദം കൊണ്ടെന്ന് പറയുമ്പോൾ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ആണെങ്കിലും ഏത് ഫീൽഡ് ആണെങ്കിലും ഈ ഒരു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാര് ഇങ്ങനെ മിമിക്രിയൊക്കെ ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് റിഷാദിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒക്കെ എന്തായിരിക്കും? മാക്സിമം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ആദ്യം നമ്മൾ ഈ മിമിക്രി ചെയ്ത് ചിലപ്പോ ഈ പറയുന്ന പോലെ പ്രോഗ്രാമിനൊക്കെ എല്ലാവരുടെ ആഗ്രഹമായിരിക്കും ടി വിയിൽ ചെയ്യണമെന്നൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുമ്പോ എല്ലാവരും നമ്മൾ ആട്ടും. അതായത് അവിടെ കൊള്ളൂല അങ്ങനെയാണെങ്കിൽ പറയുമ്പോൾ നമ്മൾ ഭയങ്കര തളർന്നു. പക്ഷെ പിന്നെ നമ്മൾ കുറെ നാളിങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് എന്തായാലും എവിടെയെങ്കിലൊക്കെ ചെയ്യാൻ അവസരം കിട്ടും. പിന്നെ നമുക്ക് അത് കണ്ടിന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ആദ്യം കേറുന്നതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നമ്മള് അപ്പൊ വിട്ട് കളഞ്ഞാൽ പിന്നെ വിട്ട് കളഞ്ഞാൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം അല്ലെ. അത് ഫോക്കസ് ചെയ്യണം. പഠിക്കുക, ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, സെറ്റാക്കുക. ഞാനും വരാത്തതാണ് നല്ലത്. എനിക്ക് കോമ്പറ്റീഷൻ ആവും. ഒന്നാമത് ശരിയാണ്. അതെ, ഒരാളും കൂടെ വന്നു കഴിഞ്ഞാ എനിക്കിനി ഇവിടെ നിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാവും അല്ലെ. അതെ, ഇപ്പഴേ നിക്കാൻ പറ്റുന്നില്ല. അല്ല, ശരിക്കും പറഞ്ഞ ഒരു കോമ്പറ്റീറ്റർ ഉള്ളതല്ലേ ഇപ്പോഴും നല്ലത്. എന്നാലേ നമുക്കൊരു വാശിയൊക്കെ അറിയത്തുള്ളൂ. ഇപ്പഴേ ഭയങ്കര കോമ്പറ്റീഷനാ. ഒരുപാട് ആസക്തികളുണ്ട്. ഇനിയും വരണം. ഓക്കെ, അപ്പൊ മഹേഷ് മിമിക്സ് ചേട്ടന്റെ കൂടെ ഒക്കെ ഒരുമിച്ച് ഒരു സ്റ്റേജിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഒരു സ്റ്റേജിൽ ഒരുമിച്ച് നമ്മള് ഉണ്ട്. പക്ഷെ ഒരുമിച്ചല്ല, പുള്ളി ഇറങ്ങിയ ശേഷം ഞാൻ കയറിയേ. അതായത് നല്ല കമ്പനി ആട്ടോ. നമ്മളെപ്പോഴും ഇടയ്ക്ക് പാലക്കാടൊക്കെ പോകുമ്പോ എന്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, രാജേഷ് കടവന്ത്ര പറഞ്ഞിട്ട്. അപ്പൊ രാജേഷ് ചേട്ടനായിട്ട് മഹേഷ് ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഞാൻ ഈ രാജേഷ് ചേട്ടന്റെ കൂടെ പണ്ട് പ്രോഗ്രാമിനൊക്കെ സ്ഥിരം പോകും. അപ്പൊ അത് പുള്ളി മറ്റേ കോമഡി ഉത്സവത്തിന്റെ ഗ്രൂമർ ആയിരുന്നു. അപ്പോഴത്തേക്കും മഹേഷ് ചേട്ടൻ ഉണ്ടാവും. അപ്പൊ നമ്മള് മൂന്നുപേരും കൂടെ പോവാ പാലക്കാട്, കോഴിക്കോട് എവിടെയെങ്കിലൊക്കെ പ്രോഗ്രാമിന് പോകും. അപ്പം പുള്ളി മഹേഷ് ചേട്ടൻ എന്റെ സൗണ്ട് ചെയ്യും, എല്ലാവരുടെയും സൗണ്ട് ചെയ്യും. അതെങ്ങനെ സാധിക്കുന്നെന്ന് ഭയങ്കര ഒരു അസാധ്യമായിട്ടുള്ള ഒരു കലാകാരൻ തന്നെയാണല്ലേ. എത്ര വോയിസ് ആണ് എടുക്കുന്നത്? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അധികം വോയിസ് എടുക്കാറുണ്ട്. അനാമികയുടെ സംസാരിച്ച നാളെ അനാമികയുടെ സൗണ്ട് ഗ്രൂപ്പ് ഇടും. അങ്ങനത്തെ ആളാ. അപ്പൊ ഇനിയും ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് ആഗ്രഹം പോലെ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ഹീറോ ആവാനായിട്ടും ഭാവിയിൽ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ അനാമിക, നീ മറക്കണ്ട, 5 കല്യാണം. 5 കല്യാണം വേണോ സാർ? ഒരു കല്യാണം നിന്റെ കല്യാണത്തിന് വിളിക്കും. ഓക്കെ, കല്യാണത്തിന് വിളിക്കാം സാർ. നന്നായി വാ മോളെ, നന്നായി വാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ റിഷാദ്, ഈ ഒരു പ്രോഗ്രാം ലാൽ സാർ ആണ് ഹോസ്റ്റ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ലാൽ സാർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ വൈൻഡപ്പ് ചെയ്യുക? അതും കൂടി ഒന്ന് പറയാമോ? പ്രോഗ്രാം ഇത് ആൾക്കാരെ വിചാരിക്കുന്ന ഏത് ഭാഷയാ പറയുന്നതെന്ന് വരെ ചിലപ്പോ ചിന്തിച്ചു കാണുമല്ലേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് താരെ ആരും എഴുതിയിട്ടുണ്ട് പുള്ളി എന്നെ കണ്ടാ കൊല്ലുന്നൊക്കെ. കാരണം നമുക്ക് ആ ഒരു സംസാര ശൈലി അങ്ങനെയാണ്. പക്ഷെ ഇത് ആൾക്കാരങ്ങ് ഏറ്റെടുത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോ റിഷാദ്, ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് വിഷസ് നേരുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. ആൻഡ് വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്നോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച കൂടെ ഉണ്ടായിരുന്നത് നിരവധി കോമഡി റിയാലിറ്റി ഷോകളിലൂടെയും മിമിക്രി വേദികളിലൂടെയും ഒക്കെ ശ്രദ്ധേയനായിട്ടുള്ള മുഹമ്മദ് റിഷാദ് ആയിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട മറ്റ് സെലിബ്രിറ്റിയുമായിട്ട് ഞാൻ അടുത്ത റെഡ് കാർപ്പറ്റിൽ വീണ്ടും എത്തുന്നതായിരിക്കും. ദിസ് ഈസ് ആർജെ അനാമിക സൈനിങ് ഓഫ്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.